ഹായ്, വെൽക്കം ബാക്ക് അഗൈൻ. ഉനൈസാണ്. ടോസ്കാന മാർബിൾസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നുള്ള കല്ലുകൾ കുറച്ച് പരിചയപ്പെട്ട് ഗ്രാനൈറ്റ് ടച്ച് കാറ്റഗറിപ്പെട്ട മരുന്ന്. അപ്പോൾ ഇനി അതിന്റെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആസ്പൂർ കാറ്റഗറിപ്പെട്ട വേറെ കുറച്ച് മാർബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോസ് ഏകദേശം കാണിച്ചു തരാം. ഏകദേശം 3100 സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ ഉള്ള ഒരു ലോട്ട് വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡ് ആണ്. അത്യാവശ്യം റേഞ്ച് കുറച്ച് കുറവുള്ള മെറ്റീരിയലാണ്. കാണാൻ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും. ഡിസൈൻസ് വരുന്നത് ഒരു ഡയമണ്ട് പാറ്റേണും കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈനാണ്. ഇപ്പോൾ 2 പോളിഷ് സ്ലാബ് വെച്ചിട്ടുള്ള ഡിസൈന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനകത്ത് ചെറിയ മാറ്റങ്ങളും വേരിയേഷൻസും ഒക്കെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും പോകുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കല്ല് കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ മുമ്പുള്ള പറയാറുള്ള പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും സൈസും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ചു തരാം. ഫുൾ ലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിന്റെ തിക്നെസ് കാണിച്ചു തരാം, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ പറ്റും. വാട്സാപ്പ് നമ്പേഴ്സ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ നമ്പേഴ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ നിങ്ങൾ കൺസിസ്റ്റന്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സെയിൽസ് ഓർഡർ കൺഫേം ആവുന്നവരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്തുതരും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോറൂം വരുന്നത്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൺ ടച്ചിൽ നിങ്ങൾക്ക് ഷോപ്പിലെത്താവുന്ന രീതിയിലുള്ള എല്ലാ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ മാക്സിമം പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക. ഒരുപാട് വീഡിയോസ് ഇനിയും വരാണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കല്ല് വരുന്ന സമയത്ത് ഉടനെ തന്നെ എനിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നേരിട്ട് ഷോറൂമിൽ വന്നിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടൊന്നും പറഞ്ഞ് വലിച്ചു നിൽക്കുന്നില്ല. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകും. ആസ്പൂർ കാറ്റഗറി കുറച്ച് വില കുറവുള്ള മെറ്റീരിയൽപ്പെട്ട ഒന്നാണ്. ബ്രൗൺ ഷെയ്ഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇത്തിരി ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ കല്ലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കല്ലിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റും. ഏകദേശം 3200 സ്ക്വയർ ഫീറ്റുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള പാറ്റേൺ ആണ് ഇപ്പോൾ 2 സ്ലാബ് പോളിഷ് ചെയ്തപ്പോൾ കണ്ടത്. ചെറിയ വേരിയേഷൻസ് ഫ്രണ്ടിലും ബാക്കിലും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത്. ഡിസൈൻസ് കാണാൻ ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നീളം വീതിയും ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നീളം വീതിയും വരുന്നത് ഏകദേശം 4 അടിയോളം വീതിയുണ്ട്. അതുപോലെ തന്നെ നീളം വരുന്നത് നീളം വരുന്നത് 8 അടിയോളം നീളം വരുന്നുണ്ട്. ഏകദേശം 13 സ്ക്വയർ ഫീറ്റിന് മേലെ ഒരു സ്ലാബ് വരുന്നുണ്ട്. 3100 സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോസ്കാന മാർബിൾസിനകത്തുള്ള നേരിട്ട് ഷോറൂമിൽ വരിക, അതല്ലെങ്കിൽ വാട്സാപ്പിലുള്ള കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും മെയിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സാപ്പിലുള്ള കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരും. അതിനുശേഷം കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഷോറൂമിൽ വന്നാൽ മതി. ഈ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഡിസൈൻ വരാമെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓയിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഈ രീതിയിലായിരിക്കും ഫൈനൽ പോളിഷ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കിട്ടുന്നത്.
ഇങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിനകത്ത് ഈ പെട്ടെന്നുള്ള ചളി പിടിക്കലോ കാര്യങ്ങളോ അതേപോലത്തെ മഞ്ഞ കളറാവുക ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കല്ലുകളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. കാരണം കല്ലിൻ്റെ ഷെയ്ഡ് തന്നെ ഏകദേശം ഒരു ലൈറ്റ് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മഞ്ഞ പിടിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വൈറ്റ് സിമെൻറ്റ്സോ അതേപോലെ തന്നെ ഓക്സി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വർക്കിലുള്ള എക്സ്പെൻസ് നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. ഇരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. ഇതുപോലത്തെ ഒരുപാട് ഹോം ടൂർസ് നമ്മളെ വീട് ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കല്ലിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലോട്ടാണ് ഇത് വരുന്നത്. ഈ കല്ലിൻ്റെ സൈഡ് ഭാഗത്ത് വെള്ളം ഒഴിച്ചുള്ള കാണാൻ പറ്റുന്നതാണ്. ഇത് പോളിഷ് ചെയ്യാത്ത കല്ല് വെള്ളം ഒഴിക്കുമ്പോൾ കാണുന്ന ഡിസൈനാണ് കേട്ടോ. ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക്, ഈ ഒരു കളറിലായിരിക്കും നമുക്ക് മൊത്തം വിരിച്ച് കഴിഞ്ഞാലും കിട്ടുക. തിക്നെസ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ഭാഗം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് കാര്യങ്ങൾ മനസ്സിലാവും. അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലാബാണ്. 8 അടിയോളം നീളമുണ്ട്, അതുപോലെ തന്നെ 4 അടിയോളം വീതിയുള്ള സ്ലാബുകളാണ്. സാധാരണ നമുക്കൊരു മീഡിയം റേഞ്ചിൽ കല്ലുകൾ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കല്ലുകൾപ്പെട്ട ഒന്നാണ് ഇത്. ഇങ്ങനത്തെ കല്ലുകളാണ് സാധാരണ എല്ലാ വീടുകളിലും ഇപ്പോൾ കൂടുതലായിട്ട് വീടുകൾ ചെയ്യുന്നത്. എക്സ്പെൻസ് ഒരുപാട് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വലിയ സ്ലാബുകൾ നമുക്ക് ഏകദേശം കിട്ടും. ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള സ്ലാബുകൾ നമ്മൾ ടൈൽസിലാണ് എടുക്കുന്നതെങ്കിൽ 1,100,000 മുകളിലായിരിക്കും വില വരിക. ഇതിനാകുമ്പോൾ ശേഷം നമുക്ക് 70 റേഞ്ചിൽ നമുക്ക് കല്ല് മെറ്റീരിയൽ അവൈലബിൾ ആവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.